ഹായ് പ്രിയരെ, എല്ലാവർക്കും സ്നേഹസലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നാട്ടിലിപ്പോൾ ഉത്സവകാലങ്ങളാണ് എങ്കിൽ പോലും ഏറെക്കുറെ കഴിഞ്ഞു. കൊടുങ്ങല്ലൂർ ഭരണി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ ഒരു ശതമാനം കൂടി ബാക്കിയുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോണത് കൊറ്റംകുളങ്ങര, കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങരയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൊറ്റംകുളങ്ങര അമ്പലത്തിൽ സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് പുരുഷന്മാർ എത്തുന്നതും വിളക്കെടുത്തുകൊണ്ട് ദേവിയെ കാണാൻ പോകുന്നതും പണ്ട് മുതൽക്കേയുള്ള ഒരു ആചാരമാണ്. എന്നാൽ അമ്പലത്തിലേക്ക് ജാസി എത്തിയപ്പോൾ പല സദാചാര ചേട്ടന്മാർക്കും അങ്ങോട്ട് കുരുപൊട്ടി എന്ന് തന്നെ പറയാം. ഒരു കൂട്ടം ആളുകളാണ് ജാസിയെ തടഞ്ഞത്. തടഞ്ഞു വെച്ചുകൊണ്ട് നീ എന്താണ് വിളക്കെടുക്കാത്തത്, നിന്റെ വിളക്കെവിടെ എന്നൊക്കെയായിരുന്നു അവരുടെ ചോദ്യങ്ങൾ. ഞാൻ പെണ്ണാകാൻ വേണ്ടി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ആളാണ്, എനിക്ക് വിളക്കെടുക്കാൻ സാധിക്കില്ല എന്ന് ജാസി മറുപടി നൽകുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ചേട്ടന്മാർ വീണ്ടും വീണ്ടും ജാസിയെ ചോദ്യം ചെയ്യുകയാണ്. കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ 14 വർഷമായിട്ട് ഞാൻ ചമയവിളക്ക് എടുക്കുന്നുണ്ട്. ഇതെന്റെ 14ാമത്തെ വർഷമാണ്. എടുക്കാൻ സാധ്യതയിൽ സന്തോഷം. ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. പിന്നെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഒരു ക്ഷേത്രമാണ്. ദുർഗാദേവിയുടെയാണ് ക്ഷേത്രം. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഘോരവനമായിരുന്ന ഈ പ്രദേശത്ത് കാടിനകത്ത് കളിക്കാൻ പോയ കുട്ടികളാണ് ഈ പ്രതിഷ്ഠ അവിടെ കണ്ടത്. അങ്ങനെ അത് അന്നത്തെ മുനിവര്യന്മാർ ഇത് ദുർഗാദേവിയുടെ കുടിയിരിക്കേണ്ട സ്ഥലമാണ് എന്നൊക്കെ തീരുമാനിച്ച് അവിടെ ചെറുതായിട്ട് അമ്പലവും ആരാധനയും പൂജയൊക്കെ ചെയ്തു. ആ കാലത്ത് ദേവിക്ക് വിളക്കെടുക്കാനായിട്ട് സ്ത്രീകൾ ആരും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഘോരവനായിരുന്നു. ആചാരം നിലനിർത്താൻ വേണ്ടിയിട്ടും ആ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടും അന്നത്തെ പുരുഷന്മാരാണ് സ്ത്രീവേഷം കിട്ടിയിട്ട് അവിടെ വിളക്കേന്തിയത്. അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഇന്നും അവിടെ ഈ പുരുഷാങ്കനമാർ എന്ന് പറയാം, ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടിയിട്ട് വിളക്കെടുക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ കരുതുന്ന പോലെ ട്രാൻസ്ജെൻഡറിന് ഉള്ളൊരു ക്ഷേത്രം ഒന്നുമല്ലാതെ. അത് തമിഴ്നാട്ടിൽ എവിടെ കണ്ടുണ്ട് ട്രാൻസ്ജെൻഡർ പോയിട്ട് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഇത് ട്രാൻസ്ജെൻഡറിനല്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ട്രാൻസ്ജെൻഡറിന് മാത്രം പ്രത്യേകിച്ചുള്ളൊരു അമ്പലമല്ല കൊറ്റംകുളങ്ങര ഈ ചമയവിളക്ക് നടക്കുന്ന സ്ഥലം. അവിടെ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വളരെ മനോഹരമായിട്ട്, സ്ത്രീകൾ പോലും നാണിക്കുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസും ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ആ കുറച്ച് സമയം അവർ സ്ത്രീകളായിട്ട് മാറുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. അവിടെ നടക്കുന്ന ആചാരം അതാണ്. അവിടെ ജാതിയോ മതമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അവിടെ പങ്കെടുക്കുക എന്നുള്ളതാണ് പഴയ കാലത്തൊക്കെ ഉള്ള അവിടുത്തെ ആചാരം. വ്രതം അനുഷ്ഠിച്ചാണ് പോകുന്നത്. അത് ആഗ്രഹ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി, ഉദ്ദേശ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നേർച്ച ചെയ്യുന്നതാണ് അത്. സ്ത്രീവേഷം കെട്ടി ഞാൻ വിളക്ക് ഏന്തിക്കോളാം എന്ന്. അപ്പം ആ കാര്യം സാധിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അത് ആദ്യമൊക്കെ കൊല്ലം ജില്ലയിലും ആ പരിസരത്തൊക്കെ നിന്നിരുന്ന ഒരു ആചാരമായിരുന്നു. പുറം ലോകം അറിയില്ലായിരുന്നു. പിന്നീട് അത് പുറം ലോകത്തൊക്കെ അറിഞ്ഞപ്പോൾ പുറത്തുനിന്നും പലരും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ഈ ദൃശ്യമാധ്യമങ്ങൾ സമൂഹത്തിൽ സ്ഥാനം പിടിക്കുന്നതിൻ്റെ മുൻ കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ജന്മം മോഹിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഫീച്ചർ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഈ ദൃശ്യമാധ്യമങ്ങൾ ഇത്രയും പ്രാബല്യത്തിൽ വരുന്നതിൻ്റെ മുന്നേ ട്രാൻസ്ജെൻഡർ അവിടെ പോയിരുന്നു. ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് അവകാശപ്പെട്ടിട്ടല്ല അവർ പോയിരുന്നത്. മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി, സ്ത്രീ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലേക്ക് ധരിക്കാൻ പറ്റില്ല, അപ്പം അവരെ കളിയാക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർ ഉള്ളിലത് അടക്കി വെച്ചിട്ട് വർഷത്തിൽ ഒരു ദിവസം കൊറ്റംകുളങ്ങരയിൽ പോയിട്ട്
ഈ ട്രാൻസ്ജെൻഡർ മനസ്സ് ഉള്ള ആളുകൾ പുറത്തവർ അംഗീകരിക്കില്ലെങ്കിലും അവിടെ പോയിട്ട് ഇത് എടുത്തിട്ട് ആ ഒരു ദിവസം അവരെ ആഗ്രഹം സാധിപ്പിച്ച് ദേവിയെ തൊഴുതിട്ട് വരികയായിരുന്നു. ഇന്ന് ലോകത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം ഈ ഒരു ദിവസങ്ങളിൽ അവിടെ എത്തുന്നുണ്ട് ഏറെക്കുറെ. അത് നല്ല ഉദ്ദേശത്തിനും പോകുന്നുണ്ട്, അല്ലാത്ത ഉദ്ദേശത്തിനും പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജാസി എല്ലാവർക്കും അറിയാം, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തരംഗം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവിടെ പോയിരുന്നു. ട്രാൻസ്ജെൻഡറാണ്, ട്രാൻസ് വുമണിലേക്ക് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിലാണ്. പക്ഷെ പുള്ളി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാൻ നോമ്പെടുത്തിട്ടാണ്, റമദാൻ മാസം ആയതുകൊണ്ട് നോമ്പെടുത്തിട്ടാണ് പോയത്. അപ്പം അത് ആളുകളെ പറ്റിക്കുന്നതാണ്. എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പള്ളിയിൽ പോവാം, അമ്പലത്തിലും പോവാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ റമദാൻ മാസത്തിൽ നോമ്പെടുത്തിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോയി കഴിഞ്ഞാൽ ആ തൊഴുതതും പൂർണ്ണത വരില്ല, ഈ നോമ്പും പൂർണ്ണത വരില്ല. അപ്പം നിങ്ങൾക്കും നല്ല പോലെ അറിയാം. അപ്പം നിങ്ങൾ ആൾക്കാരെ കണ്ണിൽ പൊടി ഇടുകയാണ്, പൊടി ഇടേണ്ടവരെ കണ്ണിൽ പൊടി ഇട്ടോളെ, പക്ഷെ എല്ലാവരെയും അതിന് കിട്ടില്ല. അപ്പം അവിടെ ചെന്നപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ഇടങ്ങളിലും ഒരു സദാചാര പോലീസ് ചമഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് അതിനെ ചോദ്യം ചെയ്യും. അപ്പോൾ എന്താണ് അതിന് പ്രത്യേകിച്ച് അവിടെ ചോദിക്കേണ്ട കാര്യമില്ല. ചമയവിളക്ക് എടുക്കുന്നവരുടെ കൂടെ അവരെ അമ്മയോ സിസ്റ്ററോ ഒക്കെ ഉണ്ടാവും, സ്ത്രീകളും അവിടെ വരുന്നുണ്ട്. അപ്പം എന്താണ് ഇവിടെ എന്നുള്ളത് ചോദിച്ചിരുന്നു. എന്താ വെച്ചാൽ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അവരൊന്ന് പിടിച്ചു നിർത്തുക, ഒന്ന് ചോദിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വേറെ ആരെയും കിട്ടിയില്ല. അപ്പം ഇതിനെ പിടിച്ചു നിർത്തി അങ്ങനെ ചോദ്യം ചോദിച്ചു, അതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞത് പോയി. പക്ഷെ മുസ്ലിങ്ങളായിട്ടുള്ളവരവിടെ പോകുമ്പോൾ ക്ഷേത്ര മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവര് ഇപ്പൊ ഈ വ്രതം എടുക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റുള്ളവരുടെ ആചാരങ്ങളെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക, അതാണ് ഇസ്ലാമിക സിസ്റ്റം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് അവരുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. പക്ഷെ അതിനെ മലീനസമാക്കാൻ പോവണ്ട എന്നുള്ളതാണ് ആ സന്ദേശത്തിന്റെ ഒരാവശ്യം. ഇപ്പൊ നോമ്പ് എടുത്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ഇറച്ചിയും മീനൊക്കെ കഴിച്ചിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ അമ്പലത്തിലും പോകാം, പള്ളിയിൽ പോകണമെങ്കിൽ പള്ളിയിലും പോകാം. പക്ഷെ അതൊരു പ്രഹസനം ആക്കിയിട്ട് കളിക്കേണ്ട കളിയല്ല ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് അവിടുത്തെ വിശേഷങ്ങൾ. കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞ ആൾക്കാർ തെറ്റിദ്ധരിച്ചേക്കാണ് ട്രാൻസ്ജെൻഡേഴ്സിനില്ലാന്ന്. അല്ല യഥാർത്ഥ പുരുഷന്മാർ. എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വ്രതം പൂർണ്ണമാവില്ല. കാരണം സ്ത്രീകൾ അവിടെ ചമയവിളക്ക് എടുക്കുന്നില്ല. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയിട്ട് പുരുഷാംഗനമാരായിട്ട് വേണം എടുക്കാനായിട്ട്. അതാണ് അവിടുത്തെ ഐതിഹ്യം. അപ്പം അത് മനസ്സിലാവാത്തവർ മനസ്സിലാക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയത്തിനെ കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഇതിനെക്കുറിച്ച് അറിയുന്നവർ നിങ്ങളുടെ അറിവ് കമൻറ്റിൽ രേഖപ്പെടുത്തണം. മറ്റുള്ളവർക്കൊരു ഉപകാരമാവട്ടെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഹായ്.